ആരാ? എന്താ ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്ന്? എന്താ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇറങ്ങ, പോ പുറത്ത്. ഞാൻ വന്നത് എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മുറിയിൽ കയറരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. പോ. ഞാൻ വന്നത് എനിക്ക് കുറച്ചു നേരം ആനിയനോട് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും കേൾക്കണ്ടെങ്കിലോ? എവിടെയോ ഒരു പാളിച്ച വന്നെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ വന്ന വഴികൾ തെറ്റായിപ്പോയെന്നൊരു തോന്നൽ. എനിക്ക് നിങ്ങളുടെ കുമ്പസാരം കേൾക്കണ്ട. എന്റെ കുടുംബത്തിന്റെ ജീവിതം തകർത്തവനാ നിങ്ങൾ. നിങ്ങൾ ഇനി എന്റെ മുമ്പിൽ അഭിനയിക്കരുത്. ഞാൻ അഭിനയിക്കുകയില്ല. എന്റെ മനസ്സിലായ കുറ്റബോധം തോന്നുകയാണ്. പരിഹാരമില്ലാത്ത പാപങ്ങളാണ് ഞാൻ ചെയ്തതൊക്കെ. പക്ഷെ അതിന്റെയൊക്കെ ദുരിതം ഇപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. അന്നമ്മേ, ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ഇത്രയും വലിയ ശിക്ഷയും ദുരിതവും ഉണ്ടാകുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ എത്ര നിസ്സാരമായി ഇതൊക്കെ പറയുന്നു. എത്രയോ പേരുടെ ജീവിതം നിങ്ങളുടെ കാരണം തകർന്നിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്കുന്നു. എത്രയോ കുടുംബത്തിലെ കണ്ണീര് വീണു. അവരൊക്കെ മനസ്സുകൊണ്ട് നിങ്ങളെ ശപിച്ചിട്ടുണ്ട്. ചെയ്ത തെറ്റുകൾ ഇപ്പോഴാണ് എന്നെ വേട്ടയാടുന്നത്. സ്വത്തും അധികാരവും എനിക്കൊരു ലഹരിയായിരുന്നു. എങ്ങനെയും ഏത് വിധേനയും പണം സമ്പാദിക്കണം എന്നുള്ള മോഹം കൊണ്ട് ഞാൻ എനിക്ക് തോന്നിയതൊക്കെ ചെയ്തു. അതിലൊന്നും ഒരർത്ഥവുമില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല. പണ്ട് എന്റെ ഇച്ഛായനെയും ഇതുപോലെ നിങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഒടുവിൽ ഒരു അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ ചതിച്ചു. ലേഖർ സാറിനോട് ഞാൻ ക്രൂരത കാണിച്ചിട്ടുണ്ട്. എന്റെ വഴിയിൽ തടസ്സമായി നിന്നവരൊക്കെ ഞാൻ തട്ടിമാറ്റി. കൊല്ലേണ്ടവരെ കൊന്നു. എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള തോന്നലാണ് എനിക്കിപ്പോ. ഒരുപാട് പേരുടെ ശാപം തലയിലേറ്റ് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണ് നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുകയാണ്. നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാ. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം പാപചിന്ത മനസ്സിൽ വരുന്നതാ. ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ചിന്ത മനസ്സിനെ തളർത്തി. പിന്നെ ജീവിക്കണമെന്ന് തോന്നുകയില്ല. നാല് വശത്തു നിന്നും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാനൊക്കെ? എനിക്ക് എന്തായാലും നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. നിങ്ങളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആരെ കണ്ടുപിടിക്കണം, അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഓ, അപ്പൊ എന്റെ മോളെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഇത്രയും നേരം നിങ്ങൾ ഓരോന്ന് പറഞ്ഞതല്ലേ? അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം അവൾ ഉണ്ടാക്കുന്നില്ലല്ലോ. ആനിയമ്മ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ല. ആനിയമ്മയുടെ കുറ്റമല്ലത്, എന്റെ തെറ്റാ. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശിക്ഷ ഞാൻ തന്നെ അനുഭവിച്ചാലല്ലേ പറ്റൂ. ഒന്ന് മാത്രം ഞാൻ ആനിയമ്മയോട് പറയാം. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണ്. ഏത് നിമിഷവും റോണി എന്നെ കൊല്ലാം. ഞാൻ വളർത്തി വലുതാക്കിയവൻ തന്നെ എന്റെ കാലനായി എന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ മൂലം മരണപ്പെട്ടവരാണ് എനിക്ക് ചുറ്റും. കർത്താവേ, നീ എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ശിക്ഷയാണോ?